ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ലാത്ത, നമ്മളടുത്ത് ഇങ്ങോട്ട് പേയ്മെൻറ്റ് വാങ്ങിക്കാത്ത വെബ്സൈറ്റുകളായിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത്തരം വെബ്സൈറ്റ് നോക്കിയിട്ട് തന്നെ സീറോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉള്ള വെബ്സൈറ്റുകൾ നോക്കി ചൂസ് ചെയ്യാം. ഫ്രീലാൻസിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ടോപ്പ് 5 വരുന്ന ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളെ കുറിച്ചിട്ടും ഒരു ഇൻട്രോ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണണമെന്നുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള നോക്കാം. നിങ്ങൾ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് ഫൈവർ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഗൂഗിളിൽ ഫൈവർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓപ്പണായിട്ട് വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫൈവറിൻ്റെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്നത് ഇങ്ങനൊരു പേജായിരിക്കും. അവിടെ അവർ തന്നെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ജോബ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. പ്രോഗ്രാമിംഗ് ടെക്, ഗ്രാഫിക് ആൻഡ് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റൈറ്റ് ആൻഡ് ട്രാൻസ്ലേഷൻ, വീഡിയോ അനിമേഷൻ, AI സർവീസ്, മ്യൂസിക് ആൻഡ് ഓഡിയോ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ജോബ്സ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് സൈൻ അപ്പ് പ്രൊസീജിയറിലോട്ട് പോകാം. അതിനായിട്ട് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിളിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിലൊരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു മെയിൽ ID ഉപയോഗിച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാം. അല്ലാത്തവർക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുത്ത് നിങ്ങളുടെ മെയിൽ ID യൂസ് ചെയ്തിട്ട് സൈൻ അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ കണ്ടിന്യൂ വിത്ത് ഇമെയിലാണ് കൊടുക്കുന്നത്. ഇമെയിൽ ID കൊടുക്കുകയാണ്, പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൽ IDയിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും, അത് ചെക്ക് ചെയ്യുക. ആ കോഡ് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ഫ്രീലാൻസ് സർവീസസ് എന്നുള്ളതിൽ ടിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫ്രീലാൻസർ ആണെന്നാണ്. അപ്പോൾ സോളോ ഫ്രീലാൻസ് സെലക്ട് ചെയ്യുക. അവിടെ വേറെയും കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏജൻസി എംപ്ലോയി ആണോ, ഏജൻസി ഓണർ ആണോ. അപ്പോൾ നമ്മൾ സോളോ ഫ്രീലാൻസർ എന്നുള്ളത് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ കംപ്ലീറ്റ് യുവർ സെല്ലർ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക, എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായിട്ട് വരുന്ന പേജിൽ 3 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. പേഴ്സണൽ ഇൻഫോ, പ്രൊഫഷണൽ ഇൻഫോ, അക്കൗണ്ട് സെക്യൂരിറ്റി. അപ്പോൾ ആദ്യം നമ്മൾ പേഴ്സണൽ ഇൻഫോ എന്നുള്ളതിൽ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക, എന്താണോ നമ്മൾ പേര് കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ലാസ്റ്റ് നെയിം നിങ്ങൾക്ക് സർനെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ എന്താണ് നമ്മൾ ഡിസ്പ്ലേ നെയിം കാണിക്കേണ്ടത്, ഇതൊക്കെ മാൻഡാറ്ററി ആണ്, സ്കിപ്പ് ചെയ്യാതെ കൊടുത്ത് പോവുക. എന്താണ് നമ്മുടെ ഡിസ്പ്ലേ നെയിം കൊടുക്കേണ്ടത് അത് അവിടെ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഒരു പ്രൊഫൈൽ പിക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു പ്രൊഫൈൽ പിക്കും അതുപോലെ തന്നെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ജോബാണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു കണ്ടൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതിനുശേഷം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അവിടെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ അതിന് തൊട്ട് മേലെ പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. നിങ്ങളുടെ പേര്, എക്സ്പീരിയൻസ് ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സൽ ക്ലീനിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ ഡാറ്റ എൻട്രി, ഡാറ്റ PDF മെർജിങ് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തോട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് താഴെയായിട്ട് നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇംഗ്ലീഷ് വരും. തൊട്ടപ്പുറത്തുള്ള കള്ളിയിൽ നമുക്ക് ബേസിക് സെലക്ട് ചെയ്ത് കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിൾ സ്റ്റെപ്സാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ പ്രൊഫഷണൽ ഇൻഫോ, ഇപ്പോൾ നമ്മുടെ ഒക്യുപ്പേഷൻ അവിടെ ചോദിക്കുന്നുണ്ട്. യുവർ ഒക്യുപ്പേഷൻ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ ഡാറ്റയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഡാറ്റ, ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ വീഡിയോ ആൻഡ് അനിമേഷൻ, മ്യൂസിക് ആൻഡ് ഓഡിയോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എക്സൽ ക്ലീനിങ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് ഡാറ്റ എൻട്രി ഒക്കെ വരിക. അപ്പോൾ ഞാൻ ഡാറ്റ എന്നുള്ളത് സെലക്ട് ചെയ്തു. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഫ്രമും ടു അവിടെ ഇയർ കൊടുക്കാൻ, അതായത് നമുക്ക് എക്സ്പീരിയൻസ്, ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ്, അതായത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ പ്രൊഫഷനിൽ അത്യാവശ്യം നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എക്സ്പീരിയൻസ് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പുറത്ത് പോയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം എന്നില്ല. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ടും വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഇപ്പോൾ ചെറിയ ഡാറ്റ എൻട്രി ഒക്കെ ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മളൊരു ഇയർ കൊടുക്കുക, ഒരു 1 ഇയറെങ്കിലും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് 2020 to 2021 തൊട്ട് താഴെ അവർ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നതിൽ നമ്മുടെ ഒക്യുപ്പേഷനിൽ വരുന്ന സ്കിൽസ് ഏതൊക്കെയാണ്. അപ്പോൾ കൊടുത്ത ഓപ്ഷനിൽ നിന്ന് ഞാൻ ഡാറ്റ എൻട്രി, ഡാറ്റ അനലിറ്റിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്കിൽ ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാനവിടെ എക്സലിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ടപ്പുറത്തെ ലെവൽ ചോദിക്കുന്നുണ്ട് ബിഗിനർ ആണോ എക്സ്പേർട്ട് ആണോ. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ബിഗിനർ എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ നമ്മുടെ കൺട്രി ഏതാണോ അത് സെലക്ട് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന കോളത്തിൽ നമ്മുടെ കോളേജിൻ്റെ പേര് കൊടുക്കാനാണ്. അപ്പോൾ മാർ ഡൊണീഷ്യസ് കോളേജിലായിരുന്നു, അപ്പോൾ അത് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണോ ചെയ്തിട്ടുള്ള നമ്മുടെ ഡിഗ്രി ഏതാണ് വരുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ ഡിഗ്രി അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡിലായിട്ട് ഇയർ, നമ്മൾ ഡിഗ്രി എടുത്തിട്ടുള്ള ആ ഒരു ഇയറും കൂടി കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സും അതുപോലെ തന്നെ പേഴ്സണൽ വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കാം. ദെൻ നമുക്ക് അക്കൗണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. 3rd സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ ആഡ് ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മെയിൽ ID വെരിഫൈ ചെയ്തതുകൊണ്ട് അവിടെ വെരിഫൈഡ് എന്ന് കാണിക്കും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഫിനിഷ് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മെയിലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ സക്സസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പേജ് തന്നെ ഓപ്പൺ ചെയ്യുക. അവിടെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഗിഗിനൊരു ടൈറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ടൈറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടൈറ്റിലായിരിക്കണം. ഇപ്പോൾ ഞാൻ എക്സൽ ഡാറ്റ ക്ലീനിങ്, ഫോർമാറ്റിംഗ്, മെർജ്, PDF to എക്സൽ അങ്ങനെയൊക്കെയുള്ള ടൈറ്റിലാണ് ഞാൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഡാറ്റ എന്ന് കൊടുക്കുകയാണ്. തൊട്ടടുത്ത് സബ് കാറ്റഗറി ഡാറ്റ ക്ലീനിങ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സെർച്ച് ടാഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കാണുന്നത്. അവിടെ നമുക്ക് ഒരു 5 ടാഗ്സ് വരെ മാക്സിമം കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ ഡാറ്റ ക്ലീനിങ്, ഡാറ്റ എൻട്രി, എക്സൽ ഡാറ്റ ഫോർമാറ്റിംഗ്, എക്സൽ മെർജ് എന്ന് പറയുന്ന 5 ടാഗ്സ് കൊടുക്കുന്നുണ്ട്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രൈസ് ഡിമാൻഡ് ചെയ്യാനാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എപ്പോഴും ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ലോ പ്രൈസ് ആയിരിക്കണം ഡിമാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ റേറ്റ് പറയാം, എന്നാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബേസിക് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ പാക്കേജ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കവിടെ കാണാൻ പറ്റും നെയിം യുവർ പാക്കേജ്. അപ്പോൾ അതിൽ ബേസിക് ആണ്, സ്റ്റാൻഡേർഡ് ആണ്, പ്രീമിയം. അപ്പോൾ ബേസിക് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. തൊട്ട് താഴെ വരുന്ന കള്ളിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോബിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഡാറ്റ ക്ലീനിങ്, ഫോർമാറ്റിംഗ്, മെർജ്, അപ്പോൾ ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ എക്സലിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ജോബിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുക്കുക. തൊട്ട് താഴെ ഡെലിവറി ടൈം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏകദേശം എത്ര ടൈം എടുത്തിട്ട് ആ ഒരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും, ആ ഒരു ടൈമിംഗ് ആണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 days കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ റിവിഷൻ എന്ന് പറയുന്നതാണ്. റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് വല്ല കറക്ഷൻ എറേഴ്സൊക്കെ വന്നാൽ കറക്ഷൻ ചെയ്യാനുള്ള ആ ഒരു ചാൻസിനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിവിഷൻ വേണ്ടെങ്കിൽ 0 കൊടുക്കാം. ഞാനിവിടെ 1 എന്ന് കൊടുക്കുന്നുണ്ട്. ദെൻ പ്രൈസാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രൈസിന് നേരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസ് തന്നെ ഡിമാൻഡ് ചെയ്യാം. എപ്പോഴും ഒരു ബിഗിനർ എന്ന രീതിയിൽ ലോ പ്രൈസ് ഡിമാൻഡ് ചെയ്യുക. മിനിമം $15 കാണിക്കണം. അപ്പോൾ അതിൻ്റെ മേലെ വരുന്ന ഒരു സംഖ്യ നോക്കിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്താൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനാണ് ഇതുപോലൊരു പേജ് വരും. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ എക്സൽ ക്ലീനിങ്, ഡാറ്റ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ദെൻ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിരിക്കും. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വർക്കിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഡൗട്ടെങ്കിലും ചോദിക്കണം എന്നാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, പ്ലീസ് സബ്മിറ്റ് യുവർ, ഇപ്പോൾ ഡാറ്റ ആണെങ്കിൽ പ്ലീസ് സബ്മിറ്റ് യുവർ ഡാറ്റാബേസ് ഫോർ ഡാറ്റ അനാലിസിസ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ഇമേജ് അപ്ലോഡ് ചെയ്യലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിൽ എന്താണോ അത് മറ്റുള്ളവരിലേക്ക് എത്താൻ തക്കവണ്ണം രീതിയിലുള്ള ഒരു ഇമേജ് ആയിരിക്കണം. നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡാറ്റ എൻട്രി ആണെങ്കിൽ കോപ്പി പേസ്റ്റിംഗ്, ഡാറ്റ കളക്ഷൻ, ഫയൽ കോൺവെർസേഷൻ, കൺവേർഷൻ, അങ്ങനെ ആ ഒരു തരത്തിലുള്ള കണ്ടൻറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ഓർ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ അവരവിടെ ചോദിക്കുന്നുണ്ട് നമ്മളൊരു US പേഴ്സൺ ആണോ എന്നുള്ളത്. അപ്പോൾ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മുടെ പേര്, അതുപോലെ തന്നെ കൺട്രി, സ്റ്റേറ്റ് അതൊക്കെ കൊടുക്കുക. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആണോ, അപ്പോൾ ഇത് യെസ് കൊടുക്കുക, സേവ് കൊടുക്കുക. തൊട്ട് താഴെയായിട്ട് കൺഗ്രാജുലേഷൻസ് എന്ന് എഴുതിയതിൻ്റെ താഴെയായിട്ട് വെരിഫൈ എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ഫൈനലി പബ്ലിഷ് ഗിഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗിഗ് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഗിഗ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ ഗിഗ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ക്യാൻവ പോലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നല്ലൊരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ GPT ചാറ്റ്സ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് ഒരു വർക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും ദിവസങ്ങളിൽ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഓൾ കേരള വേക്കൻസീസ്, ഗൾഫ് വേക്കൻസീസ്, ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ്, വർക്ക് അറ്റ് ഹോം, പാർട്ട് ടൈം, ഫുൾ ടൈം ജോബ്സ് അറിയുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്